ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെപ്പോഴുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂഫ്ലയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ കേക്ക് പുഡിങ്ങൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കുക. അതിൻ്റെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞ കൈകൊണ്ട് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യുകയാണെങ്കിലാണ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം വെച്ചിട്ട് വേണ്ടി വരും ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും നല്ലപോലെ ഹൈ സ്പീഡിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ ബീറ്റാക്കിയതിന് ശേഷം നമ്മളിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 30 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 200 ml തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പാലെടുക്കാം, പക്ഷേ തേങ്ങാപ്പാലാകുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പിൻ്റെ പകുതി മൈദ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 25 ഗ്രാം മൈദ അത്രയും മതി കേട്ടോ. ഒരുപാട് മൈദയുടെ ആവശ്യമില്ല. മൈദയും കൂടെ ചേർത്തിട്ട് കട്ടയില്ലാണ്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മളിതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ഇനി കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമ്മളിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യാം. ആ ഒരു ചെറിയ ചൂടിലേക്ക് തന്നെ നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞ ചേർക്കണം കേട്ടോ. ഒരുപാട് ചൂടിൽ ചേർക്കരുത്, അപ്പോൾ മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് പോവും. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം ആ ഒരു ക്രീം ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്കൊന്നും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. വാനില എസൻസിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു വെള്ള പതപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ പതപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് താഴ്ന്നു പോവും. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ പതുക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചേർത്തിട്ട് ഇതുപോലെ നല്ല പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരിക്കലും നിങ്ങൾ ഒന്നിച്ചിളക്കി മിക്സ് ചെയ്യരുത്, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു നല്ല രീതിയിൽ കിട്ടൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനി ഒന്നും ചേർക്കാനില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഓവന് വെക്കുകയാണെങ്കിൽ ഓവന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഇല്ല അടുപ്പത്താണെങ്കിൽ അടുപ്പത്ത് പാത്രം ചൂടാക്കി വെക്കുക. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യേണ്ട ആ പാത്രം എടുത്തിട്ട് കുറച്ച് ബട്ടറോ ഓയിലോ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഞാനിവിടെ ബട്ടർ തന്നെയാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ തേച്ച് കൊടുക്കുക. ഇനി കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോളും. ഇനി നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 200 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇത് സ്റ്റൗവിലാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല ക്രീം പോലെ കാരണം വേവാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ കഴിക്കുമ്പോൾ വെന്തിട്ടുണ്ടാവും. അതാണ് സൂഫ്ലയുടെ ആ ഒരു ടെക്സ്ചർ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.